പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോഴീ വഖഫ് നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ പാർലമെന്റ് അത് അംഗീകരിച്ചപ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആക്ഷേപം അത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റമാണ്. അത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു നീക്കമാണ് എന്നതാണ്. ഇന്ന് കോടതി ഇടപെട്ട് നടത്തിയിട്ടുള്ള ഈ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ, നൽകിയിരിക്കുന്ന ഈ നിർദ്ദേശങ്ങൾ, ഇത് ഫലത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ വഖഫ് നിയമ ഭേദഗതിയിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളിന്മേലുള്ള ഒരു നിയന്ത്രണമല്ലേ? ഇത് ഒരു ഇടക്കാല ഉത്തരവ്, നാളെ ഇതിന്മേൽ വാദം കേൾക്കുമ്പോൾ കോടതിയുടെ തീരുമാനങ്ങളൊക്കെ മാറിമറിയാം എന്ന് ശ്രീ ഷോൺ ജോർജ് പറഞ്ഞതിനെ താങ്കൾ ഏതളവിൽ അംഗീകരിക്കും? എന്തായിരിക്കും, എങ്ങനെയാണ് താങ്കൾ ഇന്നത്തെ കോടതിയുടെ ഇടപെടലുകളെ വിലയിരുത്തുക? അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ കോടതിയിൽ വാദിക്കാൻ ശ്രമിച്ചു. അതായത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ ഞങ്ങൾ അത് പെട്ടെന്ന് അതിലിടപെടുകയോ ഡീനോട്ടിഫൈ ചെയ്യുകയോ ചെയ്യുകയില്ല എന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് വഖഫ് ബൈ യൂസർ ദീർഘകാലമായിട്ട് ഉപയോഗിച്ച് വഖഫ് ആയത്, ആ ഒരു കൺസെപ്റ്റ് എത്രയോ നാളായിട്ട് ഇവിടെ ഉണ്ട്. രജിസ്ട്രേഷൻ ആക്ട് വന്നത് ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ്. 1923 മറ്റോ ആണ് ഈ രജിസ്ട്രേഷൻ ആക്ട് വരുന്നത്. അതിന് മുമ്പ് വഖഫ് ബൈ യൂസർ ഉണ്ട്. അപ്പം കാലാകാലങ്ങളായിട്ട് ഒരുപാട് കാലമായിട്ട് തുടരുന്ന ഒരു കൺസെപ്റ്റാണ്. ലീഗലി അത് റെക്കഗ്നീഷൻ കിട്ടിയിട്ടുണ്ട്. പ്രിവി കൗൺസിൽ ജഡ്ജ്മെന്റ്സിൽ വരെ ഉപയോഗത്തിലിരിക്കുന്ന രീതിയിൽ വഖഫായിട്ട് ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ അംഗീകരിക്കപ്പെട്ട വസ്തുക്കളുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നിട്ട് വഖഫ് ബൈ യൂസർ ഇനി രജിസ്റ്റർ ചെയ്യാത്ത വഖഫ് എല്ലാം ഇല്ലീഗലാണ് എന്നൊക്കെ പറയുന്നത് ചരിത്രത്തെ കണ്ണടച്ച് കാണുന്നതിന് തുല്യമാണ്. സുപ്രീം കോടതി അപ്പം ഈ കേന്ദ്രം നിയമം കൊണ്ടുവന്നതിൻ്റെ മർമ്മത്ത് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്ന 3 കാര്യങ്ങൾ, ഒന്ന് വഖഫ് ബൈ യൂസറാണ്. അതായത് ഏകദേശം 4 ലക്ഷത്തോളം പ്രോപ്പർട്ടി, 8 ലക്ഷം ഉള്ളതിൽ 4 ലക്ഷത്തോളം പ്രോപ്പർട്ടി വഖഫ് ബൈ യൂസറിൽ വരുമെന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ഒരു. അത് ഡീനോട്ടിഫൈ ചെയ്യുന്നത് സ്റ്റേ ചെയ്യുമെന്ന് ഒബ്സർവ് ചെയ്തു. നാളെ അത് തന്നെയാണ് പ്രാഥമിക ഉത്തരവായിട്ട് വരാൻ, ഇടക്കാല ഉത്തരവായിട്ട് വരാൻ സാധ്യതയുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്, താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ കളക്ടർ സർവേ ഒക്കെ നടത്താം, പക്ഷെ അതിനുശേഷം അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കരുത്, കോടതിയിൽ പെർമിഷൻ ചോദിക്കണം ഓരോ സ്റ്റേജിലും എന്നുള്ളതാണ്. മൂന്നാമത്, ഈ സെൻട്രൽ കൗൺസിലിലും സ്റ്റേറ്റ് വഖഫ് ബോർഡിലും ഒക്കെ മുസ്ലിങ്ങളല്ലാത്തവരെ ഇരുത്തുന്നതിൻ്റെ സാങ്കത്യം കോടതി ചോദ്യം ചെയ്തു. അത് ഈ മതസ്വാതന്ത്ര്യം കൂടാതെ ആർട്ടിക്കിൾ 26 പറയുന്ന മതസ്വാതന്ത്ര്യം എന്നുള്ള വിപുലമായിട്ടുള്ള ഇതിൻ്റെ കീഴിലാണ് വരുന്നത്. ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ് എന്നാണ് അതിൻ്റെ ഹെഡിങ്. അതായത് ഓരോ ഡിനോമിനേഷനിലും ഓരോ വിഭാഗത്തിൽപ്പെട്ടവർക്കും അവരുടേതായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക. സബ്ജക്റ്റ് ലോ ആയിരിക്കണം. അത് എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഇൻ അക്കോർഡൻസ് വിത്ത് ലോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നിയമമല്ല, ആ നിയമം റീസണബിൾ ആയിരിക്കണം, പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കണം. നിയമത്തിന് വിധേയമായിട്ട് പ്രവർത്തിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഇപ്പോൾ ഒരു റിലീജിയസ് ഡിനോമിനേഷൻ ഒരു മഠം നടത്തുന്നു, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ നടത്തുന്നു, അതിലൊക്കെ ടാക്സ് അടയ്ക്കുകയും അങ്ങനെ സെക്കുലർ ആയിട്ടുള്ള നിയമങ്ങളൊക്കെ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ആ നടത്തുന്ന സ്ഥാപനത്തിൽ കയറിയിട്ട് അവിടെ അതാണ് ചോദിച്ചത്, ഹിന്ദു എൻഡോമെന്റിൽ കുറച്ച് മുസ്ലിംസും ക്രിസ്ത്യൻസും വേണമെന്ന് നിങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യുമോ എന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ അഭിഭാഷകന്റെ അടുത്ത് ചോദിച്ചു കോടതി. അതിന് ഉത്തരമില്ലായിരുന്നു. അപ്പോൾ ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു വഖഫ് അത് മാനേജ് ചെയ്യാൻ മുസ്ലിങ്ങളെ കൊണ്ട് കഴിയില്ലെന്നാണോ പറയുന്നത്? അപ്പോൾ ഇങ്ങനെ ഏത് രീതിയിലും ഒരു ഏറ്റവും വലിയ ന്യൂനപക്ഷമായിട്ടുള്ള ലോകത്തെ 3ാമത്തെ വലിയ മുസ്ലിം രാജ്യമായിട്ടുള്ള ഇന്ത്യ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്ന രീതിയിലൊരു നിയമം കൊണ്ടുവരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺസ് എന്താണെന്ന് പെറ്റീഷണറുടെ അടുത്ത് വാദം പറയാൻ ആവശ്യപ്പെട്ടു. അത് കേട്ടതിന് ശേഷം സുപ്രീം കോടതിക്ക് പ്രാഥമികമായിട്ട് തോന്നിയ 3 കാര്യങ്ങൾ, 3ഉം തടയിടാൻ തീരുമാനിക്കുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? കോടതി ഏത് ദിശയിലാണ് ഇതിനെ കാണുന്നത്? ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവമാണ് സെക്കുലറിസം. അതിൽ ഇങ്ങനെ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരെ അവരെ ഇല്ലീഗൽ എന്ന് പറയുകയോ അല്ലെങ്കിൽ ഈ വഖഫ് ഇത് ഇത്രയും നാളായിട്ട് മുസ്ലിം രാജാക്കന്മാരൊക്കെ ഭരിച്ച ഒരു ചരിത്രം ഇന്ത്യക്കുണ്ട് 800 വർഷത്തോളം. അപ്പം അതിനെയെല്ലാം അതൊക്കെ ഇല്ലീഗലാണെന്നൊക്കെ പറയുന്നത് അത് തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് കോടതി വിധികളെ അങ്ങനെ ഈ പ്രിവി കൗൺസിൽ മുതൽ സുപ്രീം കോടതിയുടെ അയോധ്യ ജഡ്ജ്മെന്റ് വരെ വഖഫ് ബൈ യൂസറിനെ പറ്റി പറയുന്നുണ്ട്. അതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കി കളയുന്ന രീതിയിലുള്ള അമെൻമെന്റാണിത്. അത് സുപ്രീം കോടതി പരിശോധിക്കുക. അതുവരെ അത് തടയിടുമെന്നാണ് ഇപ്പോൾ ഇന്ന് ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. നാളെയും അങ്ങനെ തന്നെ വരാനാണ് സാധ്യത. പിന്നെ മുനമ്പത്തെ ഒരു പ്രശ്നം ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്നതിൽ അർത്ഥമില്ല. മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതാണ്. അതിന് വേറെ വഴികളുണ്ട്. കാരണം നേരത്തെ ഉള്ള ഒരു ജഡ്ജ്മെന്റ്, അത് ഇന്ന് ഞാൻ സാന്ദർഭികമായിട്ട് പറയുകയാണ്, ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ
ഒരു വിധി ഉണ്ടെങ്കിൽ, കോടതിയുടെ ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നിയമം വന്നിട്ട് അത് ഇല്ലാതാക്കാൻ കഴിയുന്നില്ല. കോടതി ഏത് നിയമത്തിന്റെ ബേസിസിലാണോ ആ ജഡ്ജ്മെന്റ് പാസ്സാക്കിയത്, ആ നിയമത്തിന്റെ ബേസിസ് പാർലമെന്റിന് മാറ്റിക്കളയാൻ കഴിയും. രണ്ട് പേര് തമ്മിലുള്ള തർക്കം, രണ്ട് വ്യക്തികൾ തമ്മിലോ സ്വകാര്യ വ്യക്തികൾ തമ്മിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ തമ്മിലോ ഒക്കെയുള്ള തർക്കം കോടതിയിൽ പോയ കേസിൽ കോടതി തീർപ്പ് കൽപ്പിക്കുന്നത് അന്തിമമാണ്. അത് ഒരു നിയമ മുഖാന്തരം ഇല്ലാതാക്കാൻ കഴിയില്ല. ആ നിയമത്തിന്റെ ബേസിസ് ഇല്ലാതാക്കിയാൽ പിന്നീട് ആ വിധി പുനഃപരിശോധിക്കുന്ന വേളയിൽ അത് പരിശോധിക്കപ്പെടാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വിധി വന്നിരിക്കുന്നത് ഏകദേശം ഗവൺമെന്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും സുപ്രീം കോടതി താൽക്കാലികമായി തടയിടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഹർജിക്കാർ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏകദേശം പ്രാഥമികമായിട്ട് സുപ്രീം കോടതി അംഗീകരിച്ച് മുന്നോട്ടത് കേൾക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ചോദിക്കുകയാണ്. ഇവിടെ ഷോൺ ജോർജ് പറഞ്ഞു ഇതില് മതപരമായ വിശ്വാസത്തെയോ മതസ്വാതന്ത്ര്യത്തെയോ തടസ്സപ്പെടുത്തുന്ന ഒന്നും തന്നെയില്ല. കാരണം ഇത് മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമായി പരിഗണിക്കേണ്ടതല്ല വഖഫ് പ്രശ്നങ്ങൾ. കാരണം അമുസ്ലിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം നിയമ പ്രശ്നങ്ങളിലേക്കും കേസുകളിലേക്കും ഒക്കെ പോയിട്ടുള്ള ഒരു വിഷയമാണ് വഖഫ്. അതുകൊണ്ട് ഇത് മുസ്ലിം മതാചാരവുമായി ബന്ധപ്പെടുത്തി മതവിശ്വാസവുമായി ബന്ധപ്പെടുത്തി കാണേണ്ടതല്ല എന്നാണ് ഷോൺ ജോർജ് ഇവിടെ പറഞ്ഞത്. അങ്ങനെയാണോ സുപ്രീം കോടതി ഇന്ന് ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയപ്പോൾ ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നത്, അതോ ഇത് മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന നിലയ്ക്ക്? മതസ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്, മതത്തിന്റെ അവിഭാജ്യമായിട്ടുള്ള ഘടകമാണെന്നാണ് കപിൽ സിബൽ ഇന്ന് വാദം തുടങ്ങിയപ്പോൾ പറഞ്ഞത്. ഇത് മതസ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമേ അല്ല എന്ന് കരുതുക ആർഗ്യുമെന്റിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ 5 വർഷം മുസ്ലിമായ ഒരാൾക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ കഴിയൂ എന്ന് ഈ നിയമത്തിൽ എഴുതി വെക്കുന്നതിന്റെ സാങ്കത്യം എന്താണ്? ഈ വഖഫ് ചെയ്യുന്നത് ഏത് മതത്തിന്റെ ആചാരപ്രകാരമാണ്? ശരിയാ ലോ പ്രകാരമാണല്ലോ. അത് പ്രകാരം ചെയ്യുന്നു. അത് പ്രോപ്പർട്ടി ജെന്യുവിൻ ആണെങ്കിൽ ഇനി മുതൽ വഖഫ് ഡീഡ് ഉണ്ടായിരിക്കണം. അതായത് വഖഫ് നാമ ടൈറ്റിൽ ഡീഡ് കാണിച്ച് രജിസ്റ്റർ ചെയ്ത് മാത്രമേ പുതുതായിട്ട് വഖഫ് പറ്റൂ. വഖഫ് ബൈ യൂസർ ഉണ്ടായിരുന്നു, നേരത്തെ ഉള്ളതാണ്, ഇനി പുതുതായിട്ട് പറ്റില്ല. അപ്പോൾ ഈ വഖഫ് ഡീഡൊക്കെ ഉണ്ട്, അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രോപ്പർട്ടി മാനേജ് ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് കഴിയില്ലെന്നാണോ പറയുന്നത്? അത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യൻസിനും ബാക്കി വിഭാഗങ്ങൾക്കൊക്കെ കഴിയും. അവരുടെ ഡിനോമിനേഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടു പോകുന്ന അവിടുത്തെ മതത്തിലെപ്പെട്ട ആളുകൾ തന്നെയാണ്. അപ്പം മുസ്ലിങ്ങൾ അള്ളാഹ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്ത ഒരു പ്രോപ്പർട്ടി അത് നടത്തിക്കൊണ്ടു പോകാൻ എന്തിനാണ് ഗവൺമെന്റിന്റെ പ്രതിനിധി പോലും എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിട്ടുള്ളവരെ അതും കോടതി അംഗീകരിക്കുന്നുണ്ട്. അതിൽ വാദത്തിൽ എതിർവാദം പറയുന്നില്ല. പക്ഷേ അല്ലാതെ നോമിനേറ്റ് ചെയ്ത് വരുന്ന മെമ്പേഴ്സ് നോൺ മുസ്ലിം ആയിരിക്കണം എന്നുള്ളതിന്റെ സാങ്കത്യം കോടതിക്ക് മനസ്സിലായിട്ടില്ല. ഇദ്ദേഹം പറയുന്ന ആർഗ്യുമെന്റ് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ തന്നെ വേണം എന്ന് കോടതി പ്രഖ്യാപിക്കും എന്ന് ഇന്ന് വാക്കാൽ ഒബ്സർവ് ചെയ്തത്. നാളെ അത് വിധിയായിട്ട് വരാനുള്ള സാധ്യതയുമുണ്ട്.